ഡിണ്ടിഗലിൽ നിന്നുള്ള കാഴ്ച നോക്കൂ. ഇതാണ് ഡി മണി എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു. SIT സംഘം ചോദ്യം ചെയ്യുന്ന ഡി മണിയുടെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഡിണ്ടിഗലിൽ SIT സംഘം ചോദ്യം ചെയ്യുന്ന ഡി മണിയുടെ ദൃശ്യങ്ങൾ. സ്വർണ്ണക്കൊള്ളയിൽ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിയെ ചോദ്യം ചെയ്യുകയാണ് SIT. ഡിണ്ടിഗലിൽ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. അഷ്കറുണ്ട്. അഷ്കർ, ഇപ്പോൾ കണ്ട ദൃശ്യങ്ങളിലുള്ള ആ വെളുത്ത ഷർട്ട് ഇട്ട ആളാണ് ഡി മണി അല്ലേ? ആ വെള്ള ഷർട്ടിട്ട ആളാണ് മണി. മണിയെ ഇപ്പോൾ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തു വരികയാണ്. സുബ്രഹ്മണ്യൻ എന്നാണ് ആളുടെ ശരിക്കും പേരെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ബാലമുരുകൻ എന്നാണ് പോലീസ് നൽകുന്ന വിവരം. പക്ഷേ നാട്ടുകാർ പറയുന്നത് സുബ്രഹ്മണ്യൻ എന്നാണ് പേര് എന്നുള്ളതാണ്. സുബ്രഹ്മണ്യൻ്റെ സ്ഥാപനവുമാണ് ഇത്. ഈ സ്ഥാപനത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവൻ്റെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തത്. ഇത് റിയൽ എസ്റ്റേറ്റും അതുപോലെ തന്നെ ഫൈനാൻസ് ഇടപാടുകളും ഒക്കെ നടത്തുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ വെച്ച് തന്നെയാണ് ഇപ്പോൾ SIT സംഘത്തിലെ DYSPയുടെ അടക്കമുള്ള സംഘം നേതൃത്വം ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നത്. ഇവിടെ തമിഴ്നാട് പോലീസ് അടക്കമുള്ളവർ ഇവിടെ കൂടുതൽ സുരക്ഷ ഒരുക്കിയിട്ടുമുണ്ട്. തമിഴ്നാട് പോലീസിൻ്റെ സഹായത്തോടെ തന്നെയാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയും ചെയ്യുന്നത്. വലിയ തോതിൽ നാട്ടുകാരും ഇവിടെ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ശബരിമല കൊള്ള വലിയ തോതിൽ തമിഴ്നാട്ടിലും സജീവ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസ് ഒരുപാട് അയ്യപ്പ ഭക്തർ തമിഴ്നാട്ടിൽ നിന്നും ശബരിമലയിലേക്ക് വരുന്നതാണ്. അവരെ സംബന്ധിച്ചത് വിശ്വാസത്തിന്റെ പ്രശ്നം തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിയുടെ പങ്കെന്ത്? SIT ആ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് മണിയോട്. ഡി മണി യഥാർത്ഥത്തിൽ സുബ്രഹ്മണ്യൻ എന്ന പേരാണ് എന്ന് കൂടി കേൾക്കുന്നു. SIT സംഘം ഡി മണിയെ ചോദ്യം ചെയ്യുന്നത് അയാളുടെ തന്നെ സ്ഥാപനത്തിൽ വെച്ചാണ്, ഡിണ്ടിഗലിലെ സ്ഥാപനത്തിൽ വെച്ചാണ്. സ്വർണ്ണ വ്യാപാരി എന്നാണ് അറിയുന്നെങ്കിലും മറ്റെന്തൊക്കെ ബിസിനസ്സുകൾ ഇയാൾ നടത്തുന്നു എന്നതിലേക്ക് കൂടി SIT അന്വേഷണം നടത്തുന്നുണ്ട്. ശബരിമലയുടെ അടക്കം വിഗ്രഹങ്ങൾ മോഷ്ടിക്കാൻ ഒരു വലിയ പദ്ധതി, അന്താരാഷ്ട്ര മാഫിയ സംഘം തന്നെ അതിലെ പ്രധാന കണ്ണിയാണ് ഡി മണി എന്നുള്ള സൂചന. അന്വേഷണ സംഘവും ഡി മണിയുമുള്ള ദൃശ്യങ്ങൾ അതാ കാണാം. എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ റിപ്പോർട്ടറിൽ മാത്രം. ചോദ്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതാ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ഡി മണി. ഡി മണി എന്ന പേര് SITക്ക് ലഭിക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് വിവരം നൽകിയ വ്യവസായിയിൽ നിന്നാണ്. ആ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡി മണിയിലേക്ക് SIT സംഘം എത്തിയിരിക്കുന്നത്. അഷ്കർ, ആ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ ആരാണ് ഡി മണി എന്ന് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടിരിക്കുന്നു. അഷ്കർ, ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡിണ്ടിഗലിൽ ഇയാളുടെ തന്നെ സ്ഥാപനത്തിൽ വെച്ച് ചോദ്യം ചെയ്യാൻ SIT സംഘത്തെ നമ്മളിതാ കണ്ടിരിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ നമുക്കിപ്പോൾ അവിടെ നിന്ന് നൽകാവുന്ന വിവരങ്ങൾ എന്താണ്? ഡി മണിയുടെ പേര് സുബ്രഹ്മണ്യൻ എന്ന് കൂടി കേൾക്കുന്നല്ലോ. സ്മൃതി, ഏകദേശം സ്മൃതി, ഇവിടെ നിന്നുള്ള നാട്ടുകാരും അവരുടെ സുഹൃത്തുക്കളും ഒക്കെ തന്നെ പറയുന്നത് സുബ്രഹ്മണ്യം എന്നാണ് അയാളുടെ പേര് എന്നാണ്. മണി എന്നുള്ളത് അയാളുടെ വിരിപ്പേരാണ്. സുബ്രഹ്മണ്യം എന്നാണ് നാട്ടുകാർക്ക് അവരെ വിളിക്കുകയും ചെയ്യുന്നത്. അയാളുടെ പേരും അത് തന്നെയാണ്. പക്ഷേ അയാളെ വിളിക്കുന്ന പേര് മാത്രമാണ് മണി എന്നുള്ളതാണ്. മണിക്ക് ഇത്തരത്തിൽ വലിയ തോതിലുള്ള റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളാണ് നടത്തുന്നത്. അത്തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടക്കുന്ന ഓഫീസാണിത്. ഈ ഓഫീസാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള SIT സംഘം അത് തമിഴ്നാട് പോലീസിൻ്റെ സഹായത്തോടെ തന്നെ ഇവിടെ എത്തി ഇത്തരത്തിൽ തെരച്ചിൽ മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നത്. മൊഴിയുടെ വിശദാംശങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി തടസ്സമുണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ നാട്ടുകാർ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവരൊക്കെ തന്നെ ഇപ്പോൾ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങൾ, എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് മണിയെ SIT സംഘം ചോദ്യം ചെയ്തതിൻ്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ കേസിൽ തന്നെ ഏറ്റവും നിർണായകമായ സമയം ആണെന്ന് കൂടി പറയേണ്ടി വരും. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ മണി നൽകുന്ന വിവരങ്ങൾ ഒരുപക്ഷെ ഇതിൻ്റെ മുന്നോട്ട് പോക്കിൽ തന്നെ ഏറ്റവും പ്രധാനമാകും. മാത്രമല്ല മണിക്ക് ഈ വിഷയത്തിൽ എന്തൊക്കെ പറയാനുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മണിക്കെതിരെ വലിയ ആരോപണങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഈ വിദേശ മലയാളി വ്യവസായി നൽകിയിരിക്കുന്നത്. വലിയ ആരോപണങ്ങളാണ്. പ്രത്യേകിച്ച് 5 വിഗ്രഹങ്ങളടക്കം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ മണിയും അതുപോലെ മറ്റൊരു ഉന്നതനും ചേർന്നുകൊണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് കടത്തി. അതിനോടൊപ്പം തന്നെ ശബരിമലയ്ക്ക് പുറമെ പത്മനാഭ സ്വാമി ക്ഷേത്രമടക്കം പല ക്ഷേത്രങ്ങളിൽ നിന്നും ഇത്തരത്തിൽ പുരാതന വിഗ്രഹങ്ങളൊക്കെ തന്നെ അന്താരാഷ്ട്ര പുരാവസ്തു മാർക്കറ്റിലേക്ക് കടത്താൻ ശ്രമിച്ചു എന്നടക്കമുള്ള വലിയ ആരോപണങ്ങളാണ്. മാത്രമല്ല കോടികളുടെ ഇടപാടുകൾ 500
1000 കോടികളുടെ ഇടപാടുകൾ നടത്താൻ ഇതിലൂടെ ലക്ഷ്യമിട്ടെന്നടക്കമുള്ള വലിയ ഗുരുതര ആരോപണങ്ങൾ കൂടിയുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇതിലേറ്റവും നിർണായകമായി SIT സംഘം തന്നെ ദിണ്ടികളിലെത്തി ഇത്തരത്തിൽ മണിയുടെ വിശദാംശങ്ങൾ ശേഖരിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ 45 മിനിറ്റിലധികമായി ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മണി നൽകുന്ന വിവരങ്ങൾ തന്നെയായിരിക്കും ഈ കേസിൻ്റെ ഏറ്റവും നിർണായകമായി മുന്നോട്ട് പോക്ക്. മാത്രമല്ല മണിയുടെ വീട്ടിൽ നിന്ന് ഇത്തരത്തിൽ ഇടപാടുമായി പുരാവസ്തു താല്പര്യമുള്ള വിദേശ വ്യവസായി, മലയാളി വ്യവസായി ഇത്തരത്തിൽ കാണുന്ന ഘട്ടത്തിൽ അയാളുടെ വീട്ടിൽ നിന്ന് നിലവിൽ പല വിഗ്രഹങ്ങളും കണ്ടെത്താൻ സാധിച്ചു എന്നതടക്കമുള്ള മൊഴികളും നൽകിയിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ ഇതിൽ അതിനെക്കുറിച്ചൊക്കെ തന്നെ മണിക്ക് എന്ത് പറയാനുണ്ട് എന്നുള്ളതും മണിയിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകളും ഒക്കെ തന്നെ ഈ കേസിൽ ഏറ്റവും നിർണായകമാകുമെന്നതാണ്